LDFിന്റെ റോഡ് ഷോ വയനാട്ടിൽ പുരോഗമിക്കുന്നു. കെ ശൈലജയാണ് റോഡ് ഷോ നയിക്കുന്നത്. ഇതോടെ LDF പ്രചാരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. വയനാട്ടിൽ നിന്നും വിപിൻ സി വിജയം ചേരുന്നു. വിപിൻ, വയനാട്ടിൽ LDF മുതിർന്ന നേതാക്കളെ ഇറക്കുന്നു. ഏത് നിലയ്ക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? വയനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP സുനീറിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പറ്റ മേഖലയിലൂടെയാണ് റോഡ് ഷോ നടക്കുന്നത്. പ്രധാനമായും മന്ത്രി കെ ശൈലജ, അതുപോലെ തന്നെ ഇവിടുത്തെ MLA ആയിട്ടുള്ള CK ശശീന്ദ്രൻ തുടങ്ങിയവരാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവരാണ് ഈ റോഡ് ഷോ നയിക്കുകയും ചെയ്യുന്നത്. ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ PP സുനീർ പ്രചാരണത്തിൽ വയനാട് മണ്ഡലത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. ഇപ്പോൾ 2 ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം മൂന്നാമത്തെ ഘട്ടത്തിലേക്ക്, പ്രചാരണത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭവനങ്ങളിൽ കയറിയുള്ള വോട്ട് ചോദിക്കൽ അടക്കമുള്ള പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. NDA ആയാലും അതുപോലെ തന്നെ UDF ആയാലും അവരുടെ പ്രചാരണം ഇന്ന് ആരംഭിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ എന്നുണ്ടാകുമ്പോഴാണ് LDF പ്രചാരണത്തിൽ വളരെയേറെ മുൻപന്തിയിൽ പോയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും അടക്കമുള്ളവരും മണ്ഡലത്തിലെത്തി PP സുനീറിനായി വോട്ട് ചോദിച്ചു. പ്രധാനമായും ഇടതുപക്ഷത്തിന് എതിരാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് തന്നെയാണ് വയനാട് മണ്ഡലത്തിൽ LDF ഉയർത്തുന്ന പ്രധാന പ്രചാരണം. അതുപോലെ തന്നെ വികസനം മുന്നിൽ നിർത്തി PP സുനീറിന് വോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ സംസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഇനിയുള്ള ദിവസങ്ങളിലും എത്തും. അതോടെ വയനാട് മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും പ്രചാരണം ഉച്ചസ്ഥായിയിൽ എത്തും. വയനാട്ടിൽ നിന്നും വിപിൻ സി വിജയൻ.